ഒരു ദുഃഖ വെള്ളിയാഴ്ച ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ ഉച്ചരിക്കാൻ ഞാൻ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു ദിവസം ഇന്നാണ്. എങ്കിലും ചില സത്യങ്ങൾ യേശുവിൻ്റെ കഷ്ടാനുഭവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന എക്കാലത്തും പ്രസക്തമായ ചില യാഥാർത്ഥ്യങ്ങൾ നാം ഒരുമിച്ച് പങ്കിടുന്നത് ഉചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ധ്യാനം അതിന് ഞാൻ മുതിരുകയാണ്. സാധാരണ ദുഃഖവെള്ളിയാഴ്ചയിൽ നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ അന്നേക്കായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ ആസ്പദമാക്കി നമുക്ക് പരിചയമുള്ള വിധത്തിൽ ഒരു ധ്യാനം നടത്തുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദുഃഖവെള്ളിയാഴ്ചയും ഒരു കാലത്തും ആരും ഇന്നുവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കൂട്ടാക്കാത്ത ഒരു വശം ദുഃഖവെള്ളിയാഴ്ച യേശുവിൻ്റെ അനുഭവ അവസ്ഥയുടെ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, എൻ്റെ കാഴ്ചപ്പാടിൽ വാസ്തവത്തിൽ ഏറ്റവും അധികം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ അല്പമൊന്ന് പരിചയപ്പെടുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പലപ്പോഴും പരാമർശിക്കുന്ന യേശുവിന് അന്നത്തെ പുരോഹിത വർഗത്തോടുണ്ടായിരുന്ന സമീപനം, കാഴ്ചപ്പാട്, മനോഭാവം, ഇത് ഞാൻ പലതവണ പരാമർശിച്ചിട്ടുള്ളതുകൊണ്ട് അതിലൊരു വിഷയദാരിദ്ര്യത്തിൻ്റെ അരോചകത്വം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളതിനെ അല്പമൊന്ന് മാറ്റിവെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം അതർഹിക്കുന്ന ഗാംഭീര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് എനിക്ക് ഈ യാഥാർത്ഥ്യത്തെ പരാമർശിക്കേണ്ട നിർബന്ധം ഉള്ളിലുണ്ടാകുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിനോടൊട്ടും ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു സംഭവം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾ ആരംഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുൻപിൽ അവൻ അവളെ എങ്ങനെ വിധിക്കും എന്ന് അറിയേണ്ടതിന് പരീശന്മാരുടെ പ്രേരണയാൽ ആളുകൾ കൊണ്ടുവരുന്ന ആ ഒരു സംഭവം നിങ്ങൾക്കറിയാം. യേശു അവളുടെ അവസ്ഥ പരിഗണിച്ചിട്ട് അവളുടെ അധഃപതനത്തെ മനസ്സിലാക്കി അതിനെ ന്യായീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതല്ല അവൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ സേവനം എന്നത് മനസ്സിലാക്കി അവൾക്ക് ഒരു പുതിയ ആരംഭത്തിനുള്ള വാതിൽ യേശു തുറന്നു കൊടുക്കുകയാണ്. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, എന്നാൽ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് ആ സ്ത്രീയോട് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് യേശുവിനെ മനസ്സിലായി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 4 സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ യേശു ഒരു പുരോഹിതനോട് ഇനിമേൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ഇതും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ചിന്തയുമായുള്ള ബന്ധം എന്താണെന്ന് ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾക്ക് തനിയെ വെളിപ്പെട്ട് വരും. അല്ലെങ്കിൽ സന്ദർഭോചിതമെന്ന് തോന്നിയാൽ നാം പുരോഗമിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ, നമ്മുടെ ചിന്തകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തുവാൻ അങ്ങനെ പ്രേരണ തോന്നിയാൽ ഞാനത് നിർവഹിക്കുന്നതാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായം നമുക്ക് പരിചിതമാണ്. ആ ഒരു അധ്യായം മുഴുവനും പുരോഹിത വർഗത്തെ പറ്റിയുള്ള യേശുവിൻ്റെ ധർമ്മരോഷം അല്പം പോലും മറച്ചു വയ്ക്കാതെ ഏറ്റവും മൂർച്ചേറിയ ഭാഷയിൽ അവിസ്മരണീയമായ വിധത്തിൽ യേശു അവതരിപ്പിക്കുകയാണ്. അതിൽ എത്രയോ തവണയാണ് ആവർത്തിച്ച് കപടഭക്തി എന്ന ആ ഒരു ആശയം യേശു അവതരിപ്പിക്കുന്നത് എന്ന ഒരു ആരോപണം പുരോഹിത വർഗത്തെ ആകമാനം ഉൾക്കൊണ്ടുകൊണ്ട് യേശു അവതരിപ്പിക്കുന്നു.
അപ്പോൾ ഒരു വിധത്തിലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പരാമർശമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം ആരെയും വിമർശിക്കുവാൻ താല്പര്യമില്ലാതിരുന്ന യേശു ആവർത്തിച്ച് ഏറ്റവും കോൺസെൻട്രേറ്റഡായി, ഏറ്റവും ശക്തിയോടെ ധർമ്മരോഷത്തിൻ്റെ തീ പാറുമാർ ഇപ്രകാരം പരാമർശിച്ചത് എന്നത് തിരിച്ചറിയുവാൻ പ്രയാസമുണ്ടാകുകയില്ല എന്ന് കരുതുന്നു. എന്താണ് കപടഭക്തി? ആ കപടഭക്തി അതിന് പല മുഖങ്ങളുണ്ട്. അതിന് പ്രധാനമായും 2 മുഖങ്ങൾ നാം തിരിച്ചറിയണം. ഒന്ന്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആവിഷ്കരിക്കുന്ന ഒരു സംവിധാനം, ദൈവത്തിൻ്റെ പേരിൽ ആവിഷ്കരിക്കുന്ന ഒരു സംവിധാനം, അത് മതസംവിധാനമാണ്. എന്നാൽ ആ സംവിധാനത്തിൻ്റെ പ്രവൃത്തിയിൽ, അതിൻ്റെ നിലനിൽപ്പിൽ, അതിൻ്റെ ദർശനത്തിൽ, അതിൻ്റെ പ്രവർത്തന രീതിയിൽ, അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ദൈവികമായ യാതൊരു മൂല്യങ്ങളും ആദർശങ്ങളും പരിഗണനകളും ഇടം പിടിക്കുവാൻ ഇല്ലാത്ത വിധത്തിൽ അതിനെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ് കപടഭക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നുവെങ്കിലും ദൈവികമായ ഒന്നും അതിൽ സ്ഥിതി ചെയ്യുവാൻ ഒരു കാലത്തും സാധ്യമല്ല. എന്നാൽ അതങ്ങനെ തന്നെയാണ് എന്ന് ജനം തിരിച്ചറിയാത്ത വിധത്തിൽ അവരുടെ ആത്മീയമായ ബോധത്തെ നന്നേ കുറച്ച് കളയുന്ന, അല്ല തികച്ചും ഇല്ലാതാക്കുന്ന, അതിന് ഉതകുന്ന തന്ത്രങ്ങൾ നിരന്തരം പ്രയോഗിക്കുവാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു സമീപനവും ഈ കപടഭക്തിയിലുണ്ട്. എല്ലാറ്റിനുമുപരിയായി യേശു ഈ പാപപ്രവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കാണിച്ച ആ ഒരു അനുകമ്പ, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവളത് സ്വീകരിക്കുകയും അങ്ങനെ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായി അവൾ പുതിയ ഒരു ദിശയിലേക്ക് അവളുടെ വ്യക്തിത്വം മാറുകയും ചെയ്യുന്നു. അവൾ ദൈവപൈതലായി വളരുന്നു, രൂപാന്തരപ്പെടുന്നു. അങ്ങനെയുള്ളൊരു മനം മാറ്റത്തിൻ്റെ യാതൊരു സാധ്യതയും ഇവിടെയില്ല. അപ്പോൾ കപടഭക്തി എന്താണ്? മനുഷ്യൻ്റെ മനസ്സ് കല്ല് പോലെ കടുപ്പിക്കുവാൻ മാത്രം ഉതകുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഈ കപടഭക്തി. എന്തുകൊണ്ടാണ് മനസ്സ് കല്ല് പോലെ കട്ടിയായി പോകുന്നത്? അത് പ്രഹസനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ അന്തരം കൊണ്ടാണ്. സത്യം അറിഞ്ഞിട്ടും സത്യത്തെ പ്രവൃത്തിയിൽ കൂടെ നിരാകരിക്കുകയും അസത്യത്തിൽ മാത്രം ആശ്രയിച്ച് ഭൗതികമായ ലാഭത്തെയും നേട്ടങ്ങളെയും മാത്രം ലാക്കാക്കി ദൈവത്തിൻ്റെ എല്ലാവിധമായ സ്വഭാവവിശേഷങ്ങളെയും നിരന്തരം ഖണ്ഡിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന, അതേസമയം ആ ക്രൂരമായ യാഥാർത്ഥ്യത്തെ ഭക്തിയുടെ പരിവേഷം കൊണ്ട് മൂടി ആ യാഥാർത്ഥ്യത്തെ മറ്റാരും തിരിച്ചറിയാത്ത വിധത്തിൽ സൃഷ്ടിച്ചു വെക്കുന്ന ഒരു സംവിധാനത്തിൽ നിലനിൽക്കുന്ന ആ നിലപാടാണ് കപടഭക്തി. അപ്പോൾ കപടഭക്തി എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. കപടഭക്തി അത് അതിൽ തന്നെ അന്തിമ ലക്ഷ്യമാണ്. യഥാർത്ഥ ഭക്തിയിൽ നാം നിരന്തരമായി നമ്മുടെ ആന്തരിക ആത്മീയ വ്യക്തിത്വത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. എപ്രകാരം ഒരു പുഷ്പം അത് വിടരുന്നതിനും അതിന് ആകുന്നത്രയും നിലനിൽക്കുന്നതിനും സൂര്യപ്രകാശത്തിലേക്ക് അതിൻ്റെ മുഖം തിരിക്കുന്നുവോ, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ സന്ധിപ്പിനും സമൃദ്ധമായ അനുഭവത്തിനും വേണ്ടി നാം നമ്മുടെ ആന്തരികമായ വ്യക്തിത്വത്തെ, ആത്മീയ വ്യക്തിത്വത്തെ ദൈവത്തിലേക്ക് തിരിക്കുന്ന അനുഭവമാണ് ആരാധന. അതാണ് ഭക്തി. അതിൽ നിന്ന് വ്യത്യസ്തമായതാണ് അങ്ങനെയാണെന്ന് തോന്നുമ്പോഴും അതിന് നേരെ ഘടകവിരുദ്ധമായ അവസ്ഥയാണ് കപടഭക്തി. ഈ ഒരവസ്ഥയാണ് യേശു നിശിതമായി വിമർശിക്കുന്നത് എന്ന് മാത്രം ലളിതമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി നാം മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ഞാനിതിനെപ്പറ്റി പറയുന്നു? ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായത് കപടഭക്തിയിൽ നിന്നാണ് മനസ്സിലാക്കുക.
ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായതെങ്ങനെയാണ്? കപടഭക്തിയിൽ കൂടെ മാത്രമാണ്. പുരോഹിതവർഗത്തിൻ്റെ കപടഭക്തിയില്ലായിരുന്നുവെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഉണ്ടാകുമായിരുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു ദൈവം മുന്നമേ കണ്ട് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് പുരോഹിത കപടഭക്തി ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും യേശു ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല. പക്ഷേ യേശു മനുഷ്യരാശിയുടെ പാപപരിഹാരമായ സ്വയം അർപ്പിക്കേണ്ടത് ആവശ്യമാണെങ്കിലും ഈ തരത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കണമായിരുന്നില്ല. മറ്റു വിധത്തിൽ കൂടെ ആകാമായിരുന്നു. എന്തുകൊണ്ടാണ് മഹാപുരോഹിതൻ തന്നെ നേതൃത്വം എടുത്ത് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ ഇത്രമാത്രം വെമ്പൽ കൊണ്ടത് എന്നത് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, യേശു കാലത്തികയിൽ യെരുശലേമിലേക്ക് പോകുവാൻ തീരുമാനിച്ച ശേഷം, സമയം തികഞ്ഞു എന്ന് ഏകദേശം ബോധ്യമായ ശേഷം നടത്തുന്ന ഏറ്റവും സുപ്രധാനമായ ശ്രദ്ധേയമായ പ്രസ്താവനകളാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമുക്കതിനെ ഇപ്രകാരം വിവക്ഷിക്കാം. ഞാൻ മനഃപൂർവ്വം വിശ്വസിക്കുന്നത് സതുദ്ദേശത്തോടു കൂടെ അല്ലാതെ യേശു ഒന്നും പ്രസ്താവിച്ചിട്ടില്ല. യേശു വിമർശിക്കുമ്പോഴും പ്രശംസിക്കുമ്പോഴും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത്. അതിന് മറിച്ചായിട്ട് എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ഒക്കുമോ എന്നെനിക്ക് സംശയമാണ്. ഒക്കത്തില്ല എന്നാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് അതുവരെയും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ യേശു പുരോഹിതവർഗത്തെ ഏതാണ്ട് 100% അതുവരെ ഉപേക്ഷിക്കാനുണ്ടായത്. അങ്ങനെ ഒരു കൂട്ടറി ലോകത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം പോലും യേശു തിരിച്ചറിയുവാൻ കൂട്ടാക്കിയിരുന്നില്ല. They simply did not exist within the framework of Jesus' awareness. അങ്ങനെ ഒരു കൂട്ടറി ഭൂമിയിലുണ്ടോ എന്ന് നമുക്കറിയാൻ വയ്യ. അതുപോലെ അതിൽ നിന്ന് എത്രയോ ദൂരെ മാറിയാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അന്തിമഘട്ടത്തിൽ ഏറ്റവും കോൺസെൻട്രേറ്റഡായി, ഇതിനേക്കാൾ കട്ടിയായി ധർമ്മരോഷത്തിൻ്റെ തീ പറക്കുമാറ് ഒരു വിധത്തിലും യേശു മുൻപ് ആരെപ്പറ്റിയും പ്രതിപാദിച്ചില്ല. അപ്പോൾ അതിനകത്തൊരു ഉദ്ദേശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതിൽ നിങ്ങൾക്ക് അതിശയമുണ്ടാകാൻ അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടാകുവാൻ വഴിയില്ല. ആ ഉദ്ദേശം നന്മയുടെ ഉദ്ദേശമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നന്മ? താൻ ഇപ്രകാരം തൻ്റെ മനസ്സിലുള്ള തനിക്ക് 100% വ്യക്തമായ ഈ തിരിച്ചറിവ്, ഈ അഭിപ്രായം, അവരെപ്പറ്റി യേശു എപ്രകാരം ചിന്തിക്കുന്നു എന്ന വിലയിരുത്തൽ മായം ചേർക്കാതെ ഡയല്യൂട്ട് ചെയ്യാതെ വിളിച്ചു പറയുമ്പോൾ അതിലെ സദുദ്ദേശം എന്താണ്? അത് അവരുടെ ചെവിയിലെത്തിയിട്ട്, ഞാൻ ഇങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല, സമ്മതിക്കുന്നു. പക്ഷേ രണ്ടും നമ്മൾ കൂട്ടിയാൽ 4 കിട്ടണമല്ലോ. അത് വെച്ച് ഞാൻ പറയുകയാണ്, സാമാന്യ യുക്തി വെച്ച് പറയുകയാണ്. അതുവരെ പറയാതിരുന്നത് ഈ സമയത്ത് തൻ്റെ ക്രൂശാരോഹരണത്തിൻ്റെ ആ പടിവാതിക്കലെത്തുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഉത്തരം മാത്രമേ എൻ്റെ മനസ്സിൽ നാളിതുവരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. അപ്പോൾ ഈ സമയത്ത് യേശു വളരെ ശക്തമായി ആരുടെയും ഹൃദയത്തിൽ അമ്പ് തറയ്ക്കുന്നത് പോലെ വാക്കുകൾ ഉപയോഗിച്ച് ഈ ഒരു യാഥാർത്ഥ്യത്തെ പരാമർശിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇത് വല്ല വിധേനയും മഹാപുരോഹിതൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ പരിശുദ്ധന്മാരുടെയും ചെവിയിലെത്തിയിട്ട് അവർ നടത്തുന്ന ഗൂഢാലോചന, അത് ജീവൻ എന്ന പരിശുദ്ധ പ്രതിഭാസത്തിനെതിരെ അവർ നടത്തുന്ന ഗൂഢാലോചന, ലോകത്തിൻ്റെ വെളിച്ചത്തിനെതിരെ നടത്തുന്ന ഗൂഢാലോചന, മനുഷ്യത്വത്തിൻ്റെ വിത്ത് കഴിയുമെങ്കിൽ ചവിട്ടി അരച്ച് നശിപ്പിക്കാനുള്ള ഈ ഗൂഢാലോചന, അതിൽ നിന്നവർ പിന്മാറട്ടെ, മറ്റാരെങ്കിലും അത് ഏറ്റെടുക്കട്ടെ, ഈ പുരോഹിതവർഗം അത് ചെയ്യാതിരിക്കട്ടെ, കഴിയുമെങ്കിൽ അവർ ഈ ക്രൂരതയിൽ നിന്ന് പിന്മാറട്ടെ. അങ്ങനെ അവർക്കൊരു അവസരം യേശു നൽകുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് അവരെ ഇത്ര നിശ്ചിതമായി വിമർശിക്കേണ്ട കാര്യമില്ല.
എന്നാൽ അങ്ങനെ ചെയ്തതുകൊണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചു. ഒരുപക്ഷെ അതും യേശുവിൻ്റെ മനസ്സിൽ ഇരുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സാധ്യതയാണ്. എന്താണ്? ഇത്ര ശക്തമായ ഭാഷയിൽ അവരുടെ മനസാക്ഷിയെ തൊടുമാറ് അല്ലെങ്കിൽ പിടിച്ച് കുലുക്കുമാറ് യേശു അവരെ പറ്റിയുള്ള സത്യം വിളിച്ചു പറഞ്ഞിട്ടും അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ നികൃഷ്ടമായ സ്വഭാവം അവരെ മുന്നമേ അറിയിച്ചിട്ടും അവരെ അത് അല്പം പോലും ബാധിച്ചില്ല. യേശുവിൻ്റെ വചനം കൊണ്ട് കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നു, ഭൂതങ്ങൾ വിറച്ച് ഓടി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, കുരുടർ കണ്ടു, ചെകിടർ കേട്ടു, മുടന്തർ നടന്നു. പക്ഷേ ആ സമയത്തൊന്നും ഉപയോഗിക്കാത്ത വിധത്തിലുള്ള മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് പുരോഹിതവർഗം വിഭാവന ചെയ്ത അല്ലെങ്കിൽ അവർ നെയ്തെടുത്ത ജീവനെതിരെയുള്ള ഈ ഒരു ഗൂഢാലോചന, എ കോൺസ്പിറസി അഗൻസ്റ്റ് ലൈഫ് ഇറ്റ് സെൽഫ്, കോൺസ്പിറസി അഗൻസ്റ്റ് ദ ലൈറ്റ് ഓഫ് ലൈഫ്, അതിൽ നിന്ന് അവർ പിന്മാറട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടെ യേശു അത് പറഞ്ഞിട്ടും അത് ലേശമേറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വർഗം അവർക്കെതിരെ നടത്താവുന്ന ഏറ്റവും ഹീനമായ ശബ്ദമില്ലാത്ത അപമാനമാണിത്. വേർഡ്ലെസ് സെൽഫ് ഇൻഡൈറ്റ്മെൻറ്റ് ആണിത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും, ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചാലും, ഏതെല്ലാം വാക്കുകളിൽ കൂടെ അവതരിപ്പിച്ചാലും ഈ ഒരു വർഗത്തിൻ്റെ മനസാക്ഷി അത് തൊടുകയില്ല. അവർ സ്വീകരിച്ചിരിക്കുന്ന പാതയിൽ നിന്ന് അവരൊരിക്കലും പിന്മാറുകയില്ല. അവരുടെ മനസാക്ഷിയെ സ്പർശിക്കുവാനോ അവരുടെ ചിന്താബോധങ്ങളെ, അവരുടെ ബോധതലങ്ങളെ തട്ടുവാനോ പര്യാപ്തമായ ഒരു വാക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ ആർക്കും ഉച്ചരിക്കാൻ കഴിയുകയില്ല എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ ആകസ്മികമായോ അല്ലാതെയോ സംഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഇതെന്നെ നന്നേ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഭയത്തോടു കൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ടായിരിക്കണം യേശു പറഞ്ഞത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. മഹാപുരോഹിതന്മാരെയും മൂപ്പന്മാരെയും പരാമർശിച്ചുകൊണ്ട് യേശു പറയുന്നു, വേശ്യമാരും ചുങ്കക്കാരും ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് മുൻപേ പ്രവേശിക്കും. അപ്പോൾ അവരെക്കാൾ നിങ്ങൾ ഹീനരാണ് എന്ന് യേശു പറയാൻ കാര്യം എന്താണ്? നമ്മളങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. ഒരു പുരോഹിതനെ അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തിരുമേനിയെ, അദ്ദേഹം വേശ്യയേക്കാൾ ധാർമ്മികമായും ആധ്യാത്മികമായും താണപടിയിലാണ്, മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്നേരം പിടിച്ച് ക്രൂശിൽ തറയ്ക്കും. ഇത് അന്ന് 2000 വർഷത്തിന് മുൻപാണ് യേശു പറഞ്ഞത്. സത്യത്തിൻ്റെ നാവ് അന്ന് ചലിച്ചതാണ്. പക്ഷേ ഇന്നും അത് മനുഷ്യർ കേട്ടിട്ടില്ല. ഉദ്ദേശിച്ച സത്യം, യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ധൈര്യം ആർജിച്ചിട്ടില്ല എന്നത് അല്പം നിരാശാജനകമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് മതത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. കാരണം മതം ഭക്തിയുടെ പരിവേഷമണിഞ്ഞ് മനുഷ്യൻ സ്ഥിതി ചെയ്യുന്നൊരിടമാണ്. അപ്പോൾ അങ്ങനെ ഭക്തിയുടെ വേഷമണിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക്, അവർക്ക് മാനസാന്തരം വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ യാഥാർത്ഥ്യം സ്വീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഇത് മതസ്വാതന്ത്ര്യത്തെപ്പറ്റി ഞാൻ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ഒരു മനസ്സിൽ വരുന്നൊരു വലിയ ചിന്തയാണ്. എന്താണ്? മതസ്വാതന്ത്ര്യം അല്പം പോലും ഇല്ലാത്തവർ മതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരാണ്. സാധാരണ മനുഷ്യർക്ക് മതസ്വാതന്ത്ര്യമുണ്ട്. എന്താണ് മതസ്വാതന്ത്ര്യം? അവരുടെ ജീവിതത്തിൽ തെറ്റ് വന്നാൽ അത് ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ട് അതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്, അവർക്ക് പോരായ്മകളുണ്ട് എന്നും ആ പോരായ്മകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൃപ അവർക്ക് ആവശ്യമാണെന്നും അത് തുറന്നു പറഞ്ഞ് സത്യസന്ധമായി അത് പരിഹരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അപേക്ഷിച്ച് മത ചുമതലയിലിരിക്കുന്ന ആളുകൾ, പുരോഹിതന്മാർ, യഹൂദന്മാരുടെ മധ്യത്തിലാണെങ്കിൽ പരീശന്മാർ, ശാസ്ത്രിമാർ, സദുക്യന്മാർ, മഹാപുരോഹിതന്മാർ, അങ്ങനെയുള്ള ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവർക്ക് അല്പം പോലും സ്വാതന്ത്ര്യമില്ല. ഒരു പുരോഹിതൻ പറയുകയില്ല എനിക്ക് പാപമോചനം വേണമെന്ന് പറയുകയില്ല, പൊതുവെ പറയുകയില്ല.
പുരോഹിതന്മാർ അവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം അവർ സത്യം പറയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചെന്നിരിക്കും. പക്ഷേ അയ്മേനികളുടെ മുമ്പിൽ എനിക്ക് കുമ്പസാരിക്കണമെന്ന് ഒരച്ഛനും ഒരു അയ്മേനിയോട് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പറഞ്ഞാൽ അന്ന് അവൻ്റെ പണി പോവുകയും ചെയ്യും. ഒരു തിരുമേനിക്ക് ദൈവസന്നിധിയിൽ പാപസ്വീകാരം, അതിൻ്റെ പാപമോചനം ഇത് പ്രാപിപ്പാൻ ആവശ്യമുണ്ടെന്ന് ഒരിക്കലും ഒരു തിരുമേനി പൊതുവായി പറയുകയല്ല. എന്നാൽ മാത്രമല്ല, തങ്ങൾ പരിശുദ്ധരാണെന്ന് മറ്റുള്ള എല്ലാവരുടെയും പാപം മോചിക്കാനുള്ള അധികാരം എൻ്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് ആ അവകാശം അവരുടെ മതപരമായ കാരാഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെ അവസ്ഥയിൽ അടങ്ങിയിരിക്കുന്ന ആ വലിയ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ജീവിതത്തിൽ പുതിയൊരാരംഭത്തിലേക്ക് കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. യേശു ആ സ്ത്രീയോട് പറഞ്ഞില്ലേ, ഇനിമേൽ പാപം ചെയ്യരുത്. അന്ന് അങ്ങനെ ഒരു പുരോഹിതനോടും ദൈവത്തിന് പോലും പറയാൻ സാധ്യമല്ല. പറഞ്ഞാൽ ക്രൂശായിരിക്കും ഫലം, ദൈവത്തെയും പിടിച്ച് ക്രൂശിൽ തറയ്ക്കും. ഇതാണ് ഈ സംഭവത്തിൽ കൂടെ പ്രകടമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന യാഥാർത്ഥ്യം. പിന്നെ യേശുവിനെ ക്രൂശീകരിക്കാൻ കാരണം റോമൻ സാമ്രാജ്യമാണെന്നും മഹാപുരോഹിതന് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ അനേകരാണ്. അങ്ങനെയുള്ള വാദങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ചിരിയും കരച്ചിലും ഒന്നുപോലെ വരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു സന്നിഗ്ധതയും സുവിശേഷത്തിലില്ല. അത് ചില ആളുകളെയും ചില സ്ഥാനമാനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ വചനത്തിന് വിരുദ്ധമായി കെട്ടിച്ചമയ്ക്കുന്ന കടം കഥകളാണ്. ഇത് പച്ച നട്ടാൽ കുരുക്കാത്ത നുണകളാണ്. യേശുവിൻ്റെ മരണത്തിന് വഴിയൊരുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം മഹാപുരോഹിതൻ തന്നെയാണ്. രണ്ടാമത് മഹാപുരോഹിതൻ ആധിപത്യം നടത്തുന്ന സുനഹദോസാണ്, സൻഹെദ്രിൻ, സംശയമൊന്നും വേണ്ട. അതിനുശേഷമാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ സഹായം തേടി അവരെ കൊണ്ട്, കുരങ്ങിനെ കൊണ്ട് ചൂടുപായസം വാരിക്കുന്നത് പോലെ റോമൻ സാമ്രാജ്യത്തെ കൊണ്ട് അനീതി ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങൾ അനീതി ചെയ്യുന്നവരല്ല. പിന്നെ മഹാപുരോഹിതൻ ചെയ്ത മറ്റൊരു മാർഗമാണ് ജനങ്ങളെ കൊണ്ട് ആർപ്പ് വിളിപ്പിച്ചു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ, അവനെ ക്രൂശിക്കാം. അത് അങ്ങനെ അലറി അട്ടഹസിക്കേണ്ട ആവശ്യം ആ ജനതയ്ക്കില്ലായിരുന്നു. അവരൊക്കെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അത്ഭുതകരമായ നന്മകൾ അനേകം പ്രാപിച്ചവരാണ്, അഭൂതപൂർവം പ്രാപിച്ചു അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ മുറവിളിച്ചത്? ഒറ്റ കാര്യം, പുരോഹിതവർഗം, പ്രത്യേകിച്ച് മഹാപുരോഹിതൻ അവരെ എരിവ് കയറ്റിയിട്ടാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്, അവരുടെ സൽബുദ്ധിയെ തകിടം മറിച്ചിട്ടാണ്. അവരിലില്ലാതിരുന്ന രക്തദാഹം അവരിൽ കുത്തിവെച്ചത് അന്നത്തെ പുരോഹിതവർഗമാണ്. ഇതൊക്കെ പ്രകടമായ സത്യമാണെങ്കിലും അത് പറയുമ്പോൾ ആരോടോ ഉള്ള എന്നാ പറയുന്നത് പക കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നാം എന്ത് ചെയ്യും? ഈ പറയുന്നതിൽ സത്യമില്ലെങ്കിൽ ഏതോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് സ്വയം സൃഷ്ടിച്ച് പറയുന്നതാണ്. അത് ഇന്ന വർഗത്തോടുള്ള കുടിപ്പക കൊണ്ടാണ് താൻ ജൽപ്പിക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമുണ്ട്. പക്ഷേ വചനം ഇത്ര വ്യക്തമായി ശക്തമായി ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് അതിലുള്ള രണ്ടും കൂടെ കൂട്ടിയാൽ 4 ആകും എന്ന് പറയുമ്പോൾ അവിടെ ദുരുദ്ദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വചനത്തിലില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ, ഇപ്പം 1100 വീഡിയോകളായി, ഏതെങ്കിലും ഒരു വീഡിയോയിൽ വചനത്തിലില്ലാത്ത കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എൻ്റെ മനസാക്ഷി ദൈവസന്നിധിയിൽ ഈ കാര്യത്തിൽ തികച്ചും വെളിച്ചം നിറഞ്ഞതാണ്. പക്ഷേ സത്യ അവസ്ഥകൾ, സത്യത്തിൻ്റെ വിവിധ പ്രകടന രൂപങ്ങൾ അവയ്ക്ക് നേരെ മനഃപൂർവ്വം കണ്ണടയ്ക്കുമ്പോൾ അവയെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ കടമയാണ്. ഞാൻ ആ കടമ നിർവഹിക്കുന്നു. പക്ഷേ ഇവിടെ നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക സത്യങ്ങൾ നിരന്തരമായി നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതെപ്രകാരമുള്ള സത്യങ്ങളാണ്? വ്യവസ്ഥാപിത താല്പര്യങ്ങൾ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, എൻട്രൻച്ച്ഡ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, വ്യവസ്ഥാപിത താല്പര്യങ്ങളുടെ ലക്ഷ്യത്തിനും ലാഭത്തിനും കോട്ടം വരുത്തുവാൻ സാധ്യതയുള്ള സത്യത്തെ
നിരന്തരമായി നിരാകരിച്ചും കുഴിച്ചുമൂടിയും വെച്ചിരിക്കുമ്പോൾ, അതിനുള്ള സംഘടിതമായ പ്രവർത്തനമുള്ളപ്പോൾ, അതിനുള്ള സംഘടനാപരമായ സാമഗ്രികൾ ഉള്ളപ്പോൾ, സത്യം നിരന്തരമായി നിരാകരിക്കപ്പെട്ട ജനം അയാഥാർത്ഥ്യത്തിൻ്റെ അൺറിയാലിറ്റിയുടെ വഴിയിലേക്ക് നടത്തപ്പെടുമ്പോൾ, ഇങ്ങനെ നിരാകരിച്ചു വച്ചിരിക്കുന്ന സത്യത്തെ നിരന്തരം അടയാളപ്പെടുത്തേണ്ട ഒരു ആവശ്യം, ഒരത്യാവശ്യം തന്നെത്താനെ ജനിക്കുകയാണ്. അത് താല്പര്യമുണ്ടായിട്ടല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വയ്യാത്തത് കൊണ്ടാണ്. എന്നാൽ നാം ഒരു കാര്യം പറഞ്ഞു, അതിനെ ആരെങ്കിലും ശ്രദ്ധിച്ചു, അവിടെ തിരുത്തലിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യം തിരുത്തി അപ്പോൾ അത് മറന്നു കളയാവുന്നതാണ്. പിന്നെ അത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെയധികം അപകടം ജനിപ്പിക്കാവുന്നൊരു കാര്യം, നമ്മുടെ ഇടയിൽ ഒരിക്കലും ഇടം പിടിക്കരുതാത്തൊരു കാര്യം, അതിനെപ്പറ്റി പരാമർശിക്കുമ്പോൾ അങ്ങനെ പറയുന്നവനെ ശത്രുവായിച്ച് മുദ്ര കുത്തുക, ജനങ്ങളെ അങ്ങനെയുള്ള ആളുടെ എതിരെ ഇളക്കി വിടുക, അവരെ വഴിതെറ്റിക്കുക, അവരുടെ മനസാക്ഷിയിൽ ചീഞ്ഞു നാറുന്ന കാര്യങ്ങൾ ഇടുക, അവരെ കൊണ്ട് അനീതി ചെയ്യിക്കുക, അവരുടെ മനസാക്ഷിയിൽ കളങ്കം ചാർത്തുക, അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ഭക്തിയാണെന്ന് പറഞ്ഞാൽ നാം എന്തു ചെയ്യും? ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. യേശുവിനെ കുരിശിൽ തറച്ചു, കൊന്നു, അടക്കി. അപ്പോൾ അന്നത്തെ പുരോഹിതവർഗം, മഹാപുരോഹിതൻ പ്രത്യേകിച്ചും ഒന്ന് ആശ്വസിച്ചു. ഞങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു, ഇതാ കല്ലറ അടച്ചു വച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ അടച്ചു വെക്കാവുന്നൊരു കാര്യമല്ല ഇത്. കല്ലറയുടെ വാതിലും തുറക്കപ്പെടും. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ സത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവം ഇടപെട്ടപ്പോൾ, അനീതിയുടെ കുരിശിൽ കുറ്റമില്ലാത്തവനെ തറച്ച് കരിങ്കൽ എന്താണ് പറയുന്നത്, കല്ലറയിൽ അടക്കിക്കളഞ്ഞപ്പോൾ, അതിൻ്റെ മുഖത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ മുദ്ര വച്ചപ്പോൾ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചു. യേശു വീണ്ടും അവൻ പുനരുത്ഥാനം പ്രാപിച്ചു. കല്ലറയിൽ നിന്ന് അവൻ ജീവൻ്റെ വെളിച്ചമായി മനുഷ്യാവസ്ഥയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ അവസ്ഥയിലും പുരോഹിതവർഗം അഭയം പ്രാപിക്കുന്നത് അസത്യത്തിൽ മാത്രമാണെന്ന് ശ്രദ്ധിക്കുക. അവൻ്റെ അനുയായികൾ അവൻ്റെ ശരീരത്തെ എടുത്ത് എവിടെയോ മറച്ചു വെച്ചു എന്ന് കള്ളം പറയാൻ അവിടെ കാവൽ നിന്ന പടയാളികൾക്ക് കൈക്കൂലി കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ഇത്രമാത്രം ശക്തിയോടെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംഭവിച്ചു കഴിഞ്ഞതും ഇനിയും സംഭവിക്കാൻ പോകുന്നതും ഇനിയും വരുന്ന നൂറ്റാണ്ടിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നൊക്കെയും ഒരേ സമയത്ത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അവിസ്മരണീയമായ വാക്കുകൾ യേശു ഉച്ചരിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് നാം അവഗണിച്ചിട്ട് നാം ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല എന്ന് മാത്രവുമല്ല, നാം നമ്മോട് തന്നെ വലിയ അപരാധം ചെയ്യുകയാണ്. അതിനേക്കാൾ ഉപരിയായി നാം യേശുവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുവല്ലോ. യേശുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപമാനവും അപരാധവും അനീതിയും അക്രമവുമാണിത് എന്ന് പറയാതിരിക്കാനും നിവൃത്തിയുമില്ല. നാം ഈ ദുഃഖവെള്ളിയാഴ്ച പോയി ഉള്ളിൽ നാം അനുഭവിക്കാത്ത ദുഃഖമൊക്കെ കാണിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതൊരു നാടകം മാത്രമായിരുന്നു. ഈ നാടകം കപടഭക്തിയുടെ ഒരു വേദിയാണ്. ഈ നാടകവും ഈ കപടഭക്തിയും നമുക്ക് യാതൊരു ഗുണവും ചെയ്യുന്നതല്ല. യേശുവിനെ ക്രൂശിൽ തറച്ചതും യേശുവിൻ്റെ പുനരുത്ഥാനത്തെപ്പറ്റി കള്ളം പറഞ്ഞതുമായ അതേ മർമ്മത്തിൻ്റെ അടിമകളായിട്ടിരുന്നു കൊണ്ടാണ് ഞാൻ ക്രൂശിനെ ധ്യാനിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ, നമ്മുടെ മനസാക്ഷിയുടെ ജീർണത എത്ര വലുതാണെന്ന് ഏവരും തിരിച്ചറിയണമേ. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവികമായൊരു മർമ്മമുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മാത്രമേ ആത്യന്തികമായി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവിടെ മാത്രമായിരിക്കണം എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഹ്രസ്വമായ ഈ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച ധ്യാനം ഉപസംഹരിക്കുന്നു. ഏവർക്കും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ
നല്ല ബുദ്ധി നൽകുമാറാകട്ടെ.